നമസ്കാരം. മുട്ടുവേദനയുള്ള ആളുകളിൽ എങ്ങനെ എക്സസൈസ് ചെയ്യാം, എന്തെല്ലാം ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുട്ടുവേദന കൂടുതലായിട്ടും തേയ്മാനം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ തേയ്മാനം വരുന്നതിൽ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ എങ്ങനെ എക്സസൈസ് ചെയ്യണം, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടുള്ള എക്സസൈസുകൾ മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന ജോയിൻ്റ് ആണ് മുട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നീർക്കെട്ടും തേയ്മാനവും വേദനയും ഒക്കെയുള്ള ആ അവസ്ഥയിൽ നമ്മൾ ആയുർവേദ ചികിത്സകൾ ചെയ്ത് നീർക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയതിന് ശേഷം ഇരുന്നിട്ടും കിടന്നിട്ടുമുള്ള എക്സസൈസുകളാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നിന്നുകൊണ്ടുള്ളതും ജോഗിങ് പോലത്തെ എക്സസൈസുകൾ സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ആദ്യം നമുക്ക് ഇരുന്നിട്ടുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസുകൾ എന്താണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കിടന്നിട്ട് ടവൽ ഉപയോഗിച്ച് എങ്ങനെ എക്സസൈസ്, ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ മാത്രമേ ചെയ്യുള്ളൂ. അതായത് ടവൽ അല്ലെങ്കിൽ ചെറിയ പില്ലോയോ മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് ടവലിലേക്ക് മുട്ട് പ്രഷർ കൊടുക്കണം. ഈ ഒരു ഭാഗത്തുനിന്ന് താഴേക്ക് പ്രഷർ കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ 10 പ്രാവശ്യം വരെ ചെയ്യാം ആദ്യം. പിന്നീട് അത് കൗണ്ട് കൂട്ടി 100 പ്രാവശ്യം വരെ ചെയ്യാവുന്നതാണ്. അടുത്തത് കാല് വളരെ സാവധാനം മുകളിലേക്ക് ആക്കുക. അതിനുശേഷം ഈ ഭാഗം അകത്തേക്ക്, അതായത് നമ്മുടെ ആങ്കിൾ ജോയിൻ്റ് അകത്തേക്ക് വലിച്ചു കൊടുക്കുന്ന രീതിയിൽ ചെയ്യേണ്ടത്. താഴേക്ക് റിലാക്സ് ചെയ്യുക. അങ്ങനെ 10 പ്രാവശ്യം ഓരോ കാലിൻ്റെയും മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും 2 കാലും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ബാൻഡ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ആണ്. അതായത് നമ്മൾ ചെരിഞ്ഞ് കിടന്നിട്ട് ബാൻഡ് ഇട്ടതിന് ശേഷം കാല് അകത്തി കൊടുക്കുക. അപ്പോൾ സൈഡ് മസിൽസ് സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഇതും 10 പ്രാവശ്യം എന്നുള്ള രീതിയിൽ തുടങ്ങുക. പയ്യെ പയ്യെ കൗണ്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരിക. വളരെ റിലാക്സ് ആയിട്ട് ആദ്യം ഇടത്ത് സൈഡ് ചെയ്തതിന് ശേഷം പിന്നെ വലതുവശവും ചെയ്യേണ്ടതാണ്. അപ്പോൾ ബാൻഡ് തന്നെ 3 തരത്തിൽ കിട്ടും: ലൈറ്റ്, മീഡിയം, ഹെവി. ആദ്യത്തെ സ്റ്റേജുകളിൽ നമ്മൾ ലൈറ്റിൽ തുടങ്ങിയിട്ട് പയ്യെ പയ്യെ മീഡിയം, ഹെവി എന്ന ലെവലിലേക്ക് സെലക്ട് ചെയ്യേണ്ടതാണ്. ഈ എക്സസൈസിൽ ആദ്യമായി നമ്മൾ ബാൻഡ് കട്ടിലിലോ ടേബിളിലോ ലോക്ക് ചെയ്യണം. അതിനുശേഷം കാലിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യേണ്ടതാണ്. വളരെ സാവധാനം ചെയ്യണം ആദ്യം, പിന്നീട് കൗണ്ട് നമുക്ക് കൂട്ടി കൂട്ടി ചെയ്യാവുന്നതാണ്. അടുത്തത് പില്ലോ സ്ക്യൂസിങ് എക്സസൈസ് ആണ്. മുട്ട് പയ്യെ മടക്കി വെച്ചതിന് ശേഷം 2 മുട്ടിൻ്റെ ഇടയ്ക്ക് പില്ലോ വെച്ചതിന് ശേഷം അത് സ്ക്യൂസ് ചെയ്യുക. ഒരു 5 സെക്കൻഡോളം ആ പില്ലോയെ പയ്യെ സ്ക്യൂസ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ആക്കുക. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. രണ്ടാഴ്ചയോളം ഇരുന്നിട്ടും കിടന്നിട്ടുമുള്ള എക്സസൈസുകൾ ചെയ്ത് മുട്ടിന് സ്ട്രെങ്ത് ആയതിനു ശേഷം നമുക്ക് നിന്നുകൊണ്ടുള്ള എക്സസൈസുകൾ ചെയ്യാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യുന്ന താടാസനം എന്നുള്ള എക്സസൈസാണ്. അതിൽ ആദ്യം നമ്മൾ കാലിലെ വിരലുകളിലേക്ക് പ്രഷർ കൊടുത്തുകൊണ്ട് മുകളിലേക്ക് പൊങ്ങേണ്ടതാണ്. അതിനോടൊപ്പം കൈ മുകളിലേക്ക് മടക്കി സ്ട്രെച്ചിങ്ങും കൊടുക്കേണ്ടതാണ്. ഇങ്ങനൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം നോർമൽ പൊസിഷനിലേക്ക് വരാം. ഇത് നമുക്ക് ഓഫീസുകളിലും സ്ട്രെച്ചിങ് ആയിട്ട് കുറേ നേരം ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് സമയം 1-2 മിനിറ്റ് ഈ രീതിയിൽ സ്ട്രെച്ചിങ് ചെയ്യുന്നത് ഫുൾ ബോഡി സ്ട്രെച്ചിങ് കിട്ടുന്നതിന് സഹായിക്കും. ബാൻഡ് ഉപയോഗിച്ച് മുട്ടും മടക്കിക്കൊണ്ടുള്ള എക്സസൈസ് ആണ് അടുത്തത്. നമുക്കൊരു ടേബിളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ഫ്രണ്ടിലേക്കാണ് ചെയ്തിരുന്നത്. ഇത് ബാക്കിലേക്ക് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസാണ്. 2 കാലും മാറി ചെയ്യേണ്ടതാണ്. ആദ്യം ഇടത്ത് കാല് ചെയ്തതിന് ശേഷം വലത് കാലും.